വന്യജീവികളെ അതിജീവിച്ച ഒരു കുന്നിൻ ചെരുവിൽ വസന്തം വിരിയിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് സെബാസ്റ്റ്യൻ എന്ന യുവ കർഷകൻ. തിരുവനന്തപുരം സ്വദേശിയും പ്രവാസിയുമായ തോമസ് സെബാസ്റ്റ്യനാണ് തൻ്റെ പൈതൃക സ്വത്തായി ലഭിച്ച ഭൂമിയെ വർണ്ണാഭമാക്കിയത്. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ പാണ്ഡ്യൻപാറയിലെ 1.5 ഏക്കർ സ്ഥലത്ത് 3 മാസങ്ങൾക്ക് മുൻപാണ് സെബാസ്റ്റ്യൻ പൂക്കൃഷി ആരംഭിച്ചത്. സെബാസ്റ്റ്യന് കൃഷിയോടുള്ള താല്പര്യവും കൃഷിഭവൻ്റെ പിന്തുണയും കൂടിയായപ്പോൾ കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന ബന്ദിപ്പൂക്കളാണ് വിളയിക്കാനായത്. ജനകീയ ആസൂത്രണം 2024-25 ഭാഗമായിട്ടുള്ള ആര്യങ്കാവ് പഞ്ചായത്ത് കൃഷി വകുപ്പിൻ്റെ പൂർണ്ണ സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് 3 പേരാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഒരു 1 ഏക്കർ 1.5 ഏക്കറിനടുത്തോളം കൃഷിയാണ് ഞങ്ങളിവിടെ പ്രധാനമായിട്ടും ജമന്തിയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ജമന്തി, സൂര്യകാന്തി വളരെ കുറച്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചുമായിട്ടും ഞങ്ങൾ ജമന്തി, അത് യെല്ലോ കളറുമുണ്ട്, അത് ഓറഞ്ച് കളറുമാണ് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് എല്ലാ സപ്പോർട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും കൃഷി വകുപ്പിൻ്റെ, പ്രത്യേകിച്ച് ഡോക്ടർ എബിമോൾ ആണ് കൃഷി ഓഫീസർ, ആര്യങ്കാവ് പഞ്ചായത്ത് കൃഷി ഓഫീസർ എബിമോളാണ്. പിന്നെ ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും തരികയും സൈറ്റ് വിസിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ വളപ്രയോഗമാണെങ്കിലും കീടനാശിനി പ്രയോഗമാണെങ്കിൽ അതിന് വേണ്ടുന്ന എല്ലാ നിർദ്ദേശവും ഞങ്ങൾക്ക് ഓരോ സമയാസമയങ്ങളിൽ തരികയും ഇത് പൂർണ്ണമായ ഒരു വിജയമായിട്ട്, ഇന്ന് എൻ്റെ വിളവെടുപ്പ് ഉദ്ഘാടനമായിരുന്നു, പൂർണ്ണമായ ഒരു വിജയമായിട്ട് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇത് കാണാനായിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട്. ഇതിനെല്ലാം സഹകരിച്ച് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയും. ചെടിയുടെ വിത്തും പരിപാലനത്തിനാവശ്യമായ വളവും നിർദ്ദേശവുമെല്ലാം ആര്യങ്കാവ് കൃഷിഭവൻ നൽകി. ഓണപ്പൂക്കളത്തിനാവശ്യമായ ബന്ദിയും ജമന്തിയും ചെണ്ടുമല്ലിയുമെല്ലാം തോമസിൻ്റെ പൂന്തോട്ടത്തിലുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 2500 അടി ഉയരത്തിലാണ് ചെടികൾ പൂവിട്ട് നിൽക്കുന്നത് എന്നതാണ് മറ്റൊരു കൗതുകം. ചുറ്റും വനമേഖലയുമാണ്. പാരമ്പര്യമായി കർഷക കുടുംബത്തിലെ അംഗമാണ് തോമസ് സെബാസ്റ്റ്യൻ. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് മുന്നിലും സെബാസ്റ്റ്യൻ പൂക്കൃഷി ചെയ്തിട്ടുണ്ട്. പൂക്കൃഷിക്ക് പുറമെ ഔഷധ സസ്യങ്ങളും ഇവിടെ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. നിറയെ പൂക്കൾ വിരിയിച്ച ആര്യങ്കാവ് പാണ്ഡ്യൻപാറയെ ഓണക്കാലത്ത് വേറിട്ടതാക്കുകയാണ് ഇദ്ദേഹം. ഓണനാളുകളിലെ പൂവിൻ്റെ വർദ്ധിച്ച ആവശ്യം മുന്നിൽ കണ്ട ഒരു വെല്ലുവിളിയെന്നോണമാണ് സെബാസ്റ്റ്യൻ പൂക്കൃഷി ആരംഭിച്ചത്. പൂക്കളുടെ വിളവെടുപ്പ് ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാ തോമസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലേഖ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. പച്ചപ്പ് ചാർത്തിയ മലനിരകൾക്ക് മുന്നിൽ 1.5 ഏക്കറോളം ഭൂമിയിലാണ് ജമന്തിയും ബന്ദിയും പൂവിട്ട് നിൽക്കുന്നത്. കാടിന് നടുവിലെ വന്യജീവികളെയും പ്രതികൂല കാലാവസ്ഥയും അതിജീവിച്ച തോമസ് സെബാസ്റ്റ്യൻ്റെ പുഷ്പകൃഷി വിളവെടുപ്പിന് പാകമായിട്ടുണ്ട്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.